പൊന്നൂട്ടൻ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് മഞ്ചേരിയുള്ള അഡ്ജിറ്റിക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ധ്യാന കുട്ടിയായിരുന്ന സമയത്തും ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങാറുള്ളത്. എന്ന് വെച്ചാല് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ നല്ല ഓഫർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് വിലക്കുറവിൽ ഞങ്ങൾ പോയത് ബാഗിൻ സെക്ഷനിലേക്കാണ്. അപ്പൊ പോണ വഴിക്കുന്ന പൊന്നൂട്ടൻ ഈ ഒരു ബോക്സ് എടുത്തിട്ട് എനിക്ക് സ്പൈഡർമാന്റെ ഈ ഒരു ബോക്സ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഫസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയത് നേരെ ബാഗിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ബാഗിന് ഒരു 1200 മുതൽ ഒരു 1800 ആ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. അവിടെ വില കുറഞ്ഞ ബാഗുകളും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ബാഗിന് ഏകദേശം ഒരു 1300 1200 റേഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത്ര വിലേന്റെ ബാഗൊന്നും പൊന്നൂട്ടിന് ഞങ്ങൾ മേടിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ എടുത്തത് ഒരു ട്രോളി ടൈപ്പ് ബാഗാണ്. അതുകൊണ്ടാണ് അതിന് അത്ര റേറ്റ് വരുന്നത്. ഒരു 1300 രൂപയുടെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. അടുത്ത വർഷം കുഞ്ഞാവി LKGക്ക് പോവും. അപ്പൊ അവനും ബാഗ് വാങ്ങേണ്ടി വരും. അതേ സമയത്ത് ഉറപ്പായിട്ടും പൊന്നൂട്ടൻ കരുതിയും വാശി പിടിക്കും. അപ്പൊ നമ്മൾ ഇത്ര വില കൊടുത്ത് വാങ്ങുന്ന ഈ ബാഗ് അവിടെ വേസ്റ്റ് ആയിട്ട് മാറും. അപ്പൊ ബുദ്ധിപൂർവ്വം ആ ബാഗ് ഞങ്ങൾ അവൻ കാണാതെ അവിടെ തന്നെ വെച്ചു. എന്തായാലും ഇത്ര വിലയുള്ള ബാഗ് ഞങ്ങൾ എന്തായാലും മേടിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ട കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ ഇടുന്നുണ്ടായിരുന്നു. അതൊക്കെ അവനെ കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു വെപ്പിക്കും. നമ്മുടെ ബഡ്ജറ്റ് എന്താണെന്ന് മക്കൾ ഈ പ്രായത്തിൽ തന്നെ അറിഞ്ഞു വളരണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കുഞ്ഞാവിക്ക് വേണ്ട സാധനങ്ങൾ കുഞ്ഞാവി എടുത്തു വരുന്നുണ്ടായിരുന്നു. നമ്മുടെ മക്കളെ നമ്മൾ ഈ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തില്. വേണോ അതല്ല കളിപ്പാട്ടല്ല, പോയി പഠിക്കാൻ ബഡ്ജറ്റിന് കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാം. ബോക്സ് കിലോ കിലോ ഒന്ന് സ്പൈഡർമാൻ്റെ സ്പൈഡർമാനുണ്ട്. സൂപ്പറായിട്ടില്ലേ? നന്നായിട്ടുണ്ടല്ലേ? സ്പൈഡർമാനോ? എവിടെ? പിന്നെ ടിഫിനും ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുപോകാനുള്ള ക്യാരി ബാഗ് സെപ്പറേറ്റ് വേണമെന്ന് സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 3 നമുക്ക് ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ് ഒക്കെ വേണമായിരുന്നു. അപ്പൊ അത് സെപ്പറേറ്റ് ബാഗ് വേണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇപ്പൊ നോക്കുന്നത് കേട്ടോ. ഏട്ടനും അനിയനും അതിന്റെ ഇടയിൽ ചെറുതായിട്ട് നമ്മൾ കളിക്കും, തല്ലുകൂടും ഒക്കെ അതിന്റെ ഇടയിൽ ഉണ്ടാവും. ലഞ്ച് ബോക്സ് ആണ് ഇപ്പൊ അവനോ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു റേറ്റും കാര്യങ്ങളും നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഒരു ഏകദേശം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ലഞ്ച് ബോക്സ് ആണ് ഇപ്പൊ തെരഞ്ഞോണ്ടിരിക്കുന്നത്. സ്നാക്സ് കൊണ്ടുപോകുന്ന സ്നാക്സ് ബോക്സ് ആണ് ഇപ്പൊ എടുക്കുന്നത് കേട്ടോ. നമ്മൾ റേറ്റ് ഒക്കെ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 200 രൂപ ചെറിയൊരു സ്നാക്സ് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഇത് മിസ്സാവും, അടുത്ത വർഷം വേറെ വാങ്ങേണ്ടി വരും. ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. ഒരു ലഞ്ച് ബോക്സ്, ഒരു ടിഫിൻ ബോക്സ്, പിന്നെ ഈവനിങ് സ്നാക്സിന് ഒരു ചെറിയ എടുത്തിട്ടുള്ളത്. 2 ബോക്സ് വേണം പറഞ്ഞിട്ട് ഇപ്പൊ വാശി പിടിക്കുന്നതാണ്. പക്ഷെ അതൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. അതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സ്പൈഡർമാൻ്റെ എടുത്തിട്ട് ബാക്കി അവിടെ വെച്ചു. കുഞ്ഞുവാവ കൈ പിടിച്ചിട്ടുള്ള ബോക്സ് അവൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് ഞങ്ങൾ എടുത്തു. പിന്നെ കുഞ്ഞാവ അങ്ങനെ സാധനങ്ങൾ പെട്ടെന്ന് കേട് വരുത്തില്ല കേട്ടോ. ഇവ രണ്ടാമത്തേനാണ് അങ്ങനെ കേട് വരുത്തുന്ന ആള്. അപ്പോൾ കുഞ്ഞാവയ്ക്ക് അതും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓന്റെ കയ്യിലുള്ളതോ? അപ്പൊ എത്ര ബോക്സറാ അതോ? ബാഗ് അടിയിലടാ. ഇതല്ലേ? പിന്നെ വേറെയാണോ? നമുക്ക് അവിടെ എടുക്കാം, പോകുമ്പോഴേക്ക് നമുക്ക് പോകുമ്പോഴേക്ക്. അപ്പൊ ഇത് വാവേന്റെയാണ്, എൻ്റെ എടുത്തിട്ടില്ലല്ലോ. അത് വേണ്ട.
നേഴ്സ് കുട്ടികളതല്ലേ? ഇതെങ്ങനുണ്ട്? അല്ലെങ്കിൽ ഇത് ഒറ്റക്കണ എത്രയാണോ 300 റേറ്റിനൊന്നും വേണ്ടി സാധാ മതി. എനിക്ക് പുറത്തുനിന്ന് നോക്കാം. ഇതൊക്കെ ചേർത്താലേ ക്യൂട്ടായിട്ട് കല്ല. നമുക്ക് പിന്നെ നോക്കാം. പുറത്ത് നോക്കാം. ചെറുതും പറ്റില്ല. ഇതെടുത്തോ? റേറ്റ് എഴുതിയിട്ടില്ല. ഇതല്ലേ 165. ഇത് സിപ്പ് ചെയ്ത് കുടിക്കണം കേട്ടോ. അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്ട്രോ ഇങ്ങനെ സ്ട്രോ ഉള്ള വലിച്ചു കുടിക്കണല്ലേ നല്ലത്. എടുത്തോ? ഇതിനോടെ സിപ്പ് അപ്പോൾ അത്യാവശ്യം പൊന്നിട്ട് വേണ്ട സാധനങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ മാത്രമാണ്, ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഫുള്ള് വില വെക്കിട്ട് എടുത്തോ? ബഡ്ജറ്റിൽ വന്ന പച്ച ഐസ് അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. 2 പച്ച ഐസും ഒരു സ്റ്റിക്കേഴ്സും ആണ് ഇന്ന് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കാറില്ല കേട്ടോ. ഞാൻ ഈ വർഷം ബാഗ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞാൾക്ക് ആ ബോക്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസം അവൻ അത് കയ്യിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാനേ ചോക്ലേറ്റ് വേണമെന്ന്. ഏതാന്നറിയോ? കിൻഡർ ജോയ്.